അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് ഡേ മൈ ലൈഫ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പോൾ എന്താ കൂട്ടുകാരൻ്റെയൊക്കെ വർത്താനം വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, കുട്ടികൾക്കൊന്നും സ്കൂളില്ല. അപ്പോൾ രാവിലെ ഇന്ന് നമ്മൾ റവ ഉപ്മാവാട്ടം ഉണ്ടാക്കിയത്. അപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ റിയാസ് ഖാൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു കേട്ടോ. അപ്പോൾ റിയാസ് റോട്ടിൽ നിന്ന് കണ്ടിട്ട് പൈസയൊക്കെ കൊടുത്തിട്ട് കൊണ്ട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ചെമ്പല്ലി കേട്ടോ. അപ്പോൾ 1 കിലോ ചെമ്പല്ലി മീൻ മേടിച്ചു. അപ്പോൾ അതന്ന് അവരെന്നെ ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ, തൊലിയൊക്കെ എടുത്തിട്ട്. അപ്പോൾ നമ്മളിന്നത് വറുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് തന്നെ ഉണ്ടായിരുന്നു, 1 കിലോ ആണെങ്കിലും കുറച്ചുള്ളൂ കേട്ടോ. പക്ഷെ നല്ല മീനായിരുന്നു. അപ്പോൾ കണ്ടപ്പോൾ പിന്നെ ഇവിടെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അമ്മേന് പാത്രമൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഞാനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നു. അപ്പോൾ പിന്നെ ഏതായാലും ഉമ്മാൻ്റെ കയ്യിലായില്ലേ. അപ്പോൾ നിങ്ങൾ എന്നെ കഴുകിയിട്ട് വരും, ഞാൻ മുളക് പൊടിയൊക്കെ എടുത്ത് തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം എന്നാൽ ശരി. പിന്നെ ഉമ്മയുള്ളതുകൊണ്ട് ഇത്തിരി ആക്കണം കേട്ടോ പണിയെടുക്കാനൊക്കെ. അപ്പം ഉമ്മ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരും. അപ്പം ഉമ്മ കഴുകി വരഞ്ഞിട്ട് പ്ലേറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി ചേർത്തിട്ട് നമ്മൾ മീൻ വറുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കായൊക്കെ പെറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ ആയില്ലേ, രാവിലെ നേരത്തെ എണീച്ചിട്ട് ചോറൊക്കെ വെക്കണം. കാരണം നമ്മൾ അടുപ്പ് കത്തിക്കണമൊന്നും ഇതുവരെ കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിന്ന് അതൊന്നും എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളങ്ങനെ അടുപ്പ് പിന്നെ നേരത്തെ 5 മണിക്ക് കുളിക്കാൻ വേണ്ടി ഇത്തിരി ചൂടുവെള്ളം വെക്കും കേട്ടോ. അപ്പോൾ നേരത്തെ കത്തിച്ചിട്ടുണ്ട് അടുപ്പ്. അപ്പോൾ എന്നാലും പിന്നെ കെട്ടു കേട്ടോ. പിന്നെ ഞങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെയും പോയി ഇത്തിരി നേരം ഞാൻ കടന്നു. പിന്നെ എണീച്ചിട്ട് ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പം മെല്ലെ ചോറൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ അടുപ്പൊക്കെ കത്തിച്ചിട്ട് ഓൾറെഡി കത്തിച്ചുകൊണ്ട് പിന്നെ ചാരമൊന്നും വരാൻ നിന്നില്ല കേട്ടോ. നേരത്തെ ഞാൻ സ്കൂളുള്ള സമയത്താണെങ്കിൽ നമ്മുടെ 8:30 നമ്മുടെ ചോറും കറിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് കറിയൊക്കെ അടുപ്പിലൊന്നും വെക്കാനും പറ്റില്ല, ചോറ് മാത്രമേ അടുപ്പിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കറി പിന്നെ നമ്മൾ ഗ്യാസിൽ തന്നെ വെക്കണം. പിന്നെ വിറകൊക്കെ അന്ന് ഞാൻ പറഞ്ഞില്ലേ, പാമ്പ് വന്ന ശേഷം ഇങ്ങോട്ട് ഇട്ടതാണ് എന്നുള്ളത്. പിന്നെ അതൊക്കെ മഴ വന്ന് നനഞ്ഞു. പിന്നെ ഉമ്മ വന്ന ശേഷമാണ് കേട്ടോ അതൊക്കെ ഒന്ന് എടുത്ത് തട്ടിക്കൊട്ടി ഒരു വെയിലടിച്ചപ്പോൾ ഒത്തിരി വെയിലത്തിട്ടിട്ട് പിന്നെ അങ്ങനെ നമ്മൾ അടുപ്പ് പണിയൊക്കെ കഴിയുമ്പോൾ അതിൻ്റെ മേലൊക്കെ വെച്ച് ഇങ്ങനെ കുറച്ച് ഉണക്കിയെടുക്കും. എന്നിട്ടൊക്കെ പിന്നെ അടുപ്പ് കത്തിക്കൂട്ടും. അപ്പോൾ ഞാൻ അടുപ്പിൻ്റെ രാവിലെ ഒന്നും അടിച്ചൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അടിച്ചു വിടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ പിന്നെ അടുപ്പത്തിട്ടിൻ്റെ ഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എത്ര ക്ലീൻ ആക്കിയാലും നമ്മുടെ എലികളെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. പിന്നെ അതുമല്ല, നമ്മൾ പാത്രം കഴുകുന്ന ആ വെള്ളമൊക്കെ ആ സൈഡിൽ കൂടെ അങ്ങോട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അടുപ്പിൻ്റെ ഉള്ളിലേക്കൊക്കെ ചില സമയത്ത് വെള്ളം അങ്ങനെ വരും. പിന്നെ മഴ പെയ്താൽ പിന്നെ പറയും വേണ്ട കേട്ടോ, അങ്ങനെ ഒറ്റും. പിന്നെ റിയാസ്ക്ക് ആർപ്പായൊക്കെ ഇങ്ങനെ കെട്ടിത്തരും. അപ്പോൾ കുറച്ച് അത്യാവശ്യം വിറക് ഞാൻ പുറത്തുനിന്ന് ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. നനഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെയല്ലേ ബുദ്ധിമുട്ട്. പിന്നെ അടുപ്പ് കത്തിക്കാനൊന്നും പറ്റില്ല. ഇപ്പോൾ വിറക് നല്ല ഉണങ്ങിയത് കൊണ്ട് ഇങ്ങനെ നിന്ന് കത്തും കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടം അടുപ്പിൽ തന്നെ കേട്ടോ. ചോറും കറിയൊക്കെ വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സാധനങ്ങളുണ്ടെങ്കിൽ മിനിറ്റ് വെച്ച് ചോറും കൂട്ടാനൊക്കെ ഞാൻ ആക്കിയെടുക്കും കേട്ടോ. എനിക്ക് ഗ്യാസിനെക്കാട്ടും ഇഷ്ടം നമുക്ക് അടുപ്പ് കത്തിക്കാൻ തന്നെയാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ചെറുപ്പം മുതലേ എനിക്ക് അടുപ്പിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. ഞാൻ ആദ്യമൊക്കെ വാടകയ്ക്ക് ഇരുന്ന വീട്ടിലൊന്നും അടുപ്പേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒക്കെ നമ്മൾ ഗ്യാസ് തന്നെ വെക്കണമായിരുന്നു. പിന്നെ ഇവിടെ വന്ന ശേഷമാണ് നമുക്ക് അടുപ്പൊക്കെ കിട്ടിയത്. പിന്നെ ആദ്യം ഞാൻ ഇരുന്ന അവിടെയൊക്കെ ഞാൻ പുറത്ത് സ്ഥലം ഉണ്ടെങ്കിൽ ഇങ്ങനെ 3 കല്ല് വെച്ചിട്ടൊക്കെ ഇങ്ങനെ കത്തിക്കലുണ്ട് കേട്ടോ, പട്ടയൊക്കെ കിട്ടുമ്പോൾ. പക്ഷെ ഇപ്പം മഴ പെയ്താൽ പിന്നെ അതിനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ 5 വർഷമായി ഇവിടെ ഈ ഭാഗത്തേക്ക് വന്നിട്ട് കേട്ടോ. അതിന് മുമ്പ് നമ്മൾ വേറൊരു സ്ഥലത്തായിരുന്നു, തെരുവ് നൂറിനി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ 10-15 കൊല്ലം അങ്ങനെ ഇരുന്നു. വാടക വീടല്ലേ, ഓരോരോ മാറി മാറി ഇങ്ങനെ ഇരിക്കും. ഇവിടെ വന്നിട്ട് ഇപ്പം 5 കൊല്ലമായി കേട്ടോ. 5 കൊല്ലമായ ശേഷം ഇവിടുന്ന് മാറലൊന്നുമില്ല. പിന്നെ നമുക്ക് ഓണറിൻ്റെ ഓണർ വാടകയ്ക്ക് മാത്രമല്ലേ വരുള്ളൂ. പിന്നെ തൊടിയും കാര്യങ്ങളും സൗകര്യമൊക്കെ അത്യാവശ്യം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് പോവുക കേട്ടോ. ഇൻഷാ അല്ലാഹ് എന്നാ ഒരു വീടാവുക എന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ചുടുവെള്ളം അരി കുറച്ച് 2-3 വട്ടം പച്ചവെള്ളത്തിൽ കഴുകിയ ശേഷം ഞാൻ പിന്നെ ചുടുവെള്ളത്തിൽ ഒന്നും കൂടി കഴുകിയിട്ട് ഇങ്ങനെ ഇടുകയുള്ളൂ കേട്ടോ. നമ്മൾ റേഷൻ അരി ആയതുകൊണ്ട് നല്ല കഴുകണമല്ലോ. അപ്പോൾ ഞാൻ പിന്നെ കുടിക്കാനുള്ള ചുടുവെള്ളം ഫ്ലാസ്കിലാക്കി വെക്കും കേട്ടോ. കുട്ടികൾക്കും ഉമ്മാക്കൊക്കെ മരുന്ന് കഴിക്കുന്ന ആൾക്കാരാണല്ലോ ഇപ്പം ഉമ്മയൊക്കെ. അപ്പോൾ അവർക്കുള്ള ചൂടുവെള്ളം ഫ്ലാസ്കിലേക്ക് കൊടുക്കും, കുട്ടികൾക്കുള്ളതും കുടിക്കാനെടുത്തിട്ട് പിന്നെ ഞാൻ അങ്ങനെ അരിയിടുക കേട്ടോ. സ്കൂൾ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അന്നത്തിരി നേരം വൈകിയത്, പിന്നെയും പോയി കടന്നതൊക്കെ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് രാവിലെ അതൊരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ആയിരിക്കും കേട്ടോ. പിന്നെ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രീ തന്നെ ആയിരിക്കും.
അപ്പോൾ അതാ ഞാൻ അങ്ങനെ വെള്ളമൊക്കെ നമ്മൾ കുടിക്കാനുള്ള ചൂടുവെള്ളമൊക്കെ എടുത്തിട്ട് പിന്നെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അങ്ങനെ ഇരുന്ന് കത്തിക്കോളും. പിന്നെ മീൻ ഞാൻ മുളക് തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറൊക്കെ ആയ ശേഷം ഞാൻ പിന്നെ പരിപ്പും കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അതും അടുപ്പത്ത് തന്നെയാണ് വെക്കുന്നത്, പരിപ്പ് കറി. അപ്പോൾ ഞാൻ പരിപ്പ് കഴുകി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വെളുത്തുള്ളിയൊന്നും ഇല്ല, കഴിഞ്ഞിരിക്കണു. അപ്പം ഇനി കടയിലൊക്കെ പോയിട്ട് വേണം. അപ്പം പരിപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പിൽ. ഇനിയിപ്പോൾ അതങ്ങനെ കിടന്ന് വെന്തോളും. പിന്നെ പരിപ്പ് കുറച്ച് നേരം ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം വെന്ത് കിട്ടും. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് അലക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതങ്ങനെ അലക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ മീനൊന്ന് ഇതായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് വറുത്തെടുക്കാൻ വിചാരിച്ചു. പിന്നെ റിയാസ്ക്ക് അപ്പോൾ വരും കഴിക്കാനായിട്ട്, അപ്പോൾ വേഗം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ റിയാസ്ക്ക് ഒരു ട്രിപ്പ് പോയിക്കായിരുന്നു കേട്ടോ. പിന്നെ പനമ്മ കുളിപ്പിച്ചൊക്കെ കൊടുത്ത് നാഷ്ടയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരുത്തി. പിന്നെ ഞാൻ കുറച്ച് അലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അതും ഇട്ടിട്ടില്ല. പിന്നെ നമുക്ക് അലക്കിയതൊക്കെ ഒന്ന് ഇടാൻ വിചാരിച്ചു. അപ്പോൾ ഇതിന് പരിപ്പൊക്കെ ഒന്ന് വേകട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ പരിപ്പിൽ നിന്ന് ഞാൻ കത്തിരിക്കയും ഉരുളക്കിഴങ്ങും തന്നെയാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ ഒരു സവാളയും, അപ്പോൾ അത് ഞാൻ മുറിച്ച് വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ഇട്ട് കൊടുത്ത് തേങ്ങയും കൂടി ഒന്ന് കൂട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറി പരിപ്പ് കറിയും മീൻ പൊരിച്ചതും ഒക്കെയാണ് കേട്ടോ. പിന്നെ കുട്ടികൾ സ്കൂളില്ലെങ്കിൽ നല്ല ബഹളമായിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും വക്കാണോ കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ സമയം പോണത് അറിയില്ല, നല്ല എന്താ പറയുക ഒരേ ബഹളമായിരിക്കും. പിന്നെ നമുക്ക് തോന്നും സ്കൂളിൽ നിന്നും വെച്ചെങ്കിൽ എന്ന് തോന്നും കേട്ടോ. അങ്ങനെയായിരിക്കും, അംഗമായിരിക്കും കേട്ടോ. നമുക്ക് സമയം പോണതേ അറിയില്ല. പിന്നെ ടി വി ഇല്ലല്ലോ, അവർക്ക് ടി വി കണ്ടിരിക്കാനോ ടി വി ഇല്ല. അല്ലെങ്കിൽ അത് ബൊമ്മ എന്തെങ്കിലും ഇട്ട് കൊടുത്ത് അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതും ഇല്ലല്ലോ. അപ്പോൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ റിൻഷിമോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ വരച്ചിട്ടും എഴുതിയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അവൾ പിന്നെ അതൊക്കെ ചെയ്യും. പിന്നെ റഗീസ് കുട്ടിയാണ്, റഗീസും റെജിനയാണ്, രണ്ടാളും കൂടെ ഒരേ സ്റ്റണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പിന്നെ തുണി ഉണങ്ങാനിടലൊക്കെ കഴിഞ്ഞ്, അപ്പോൾ നമ്മുടെ കറിയും ചോറും ആ വഴിക്കും ആവും. ഇടയിൽ നമ്മുടെ അലക്കലും അടിച്ച് വാരലും തുടക്കലൊക്കെ നടക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ തുടക്കൽ പിന്നെ ഞാൻ മഴ ആയതുകൊണ്ട് വഴുകി 2 ദിവസം കൂടുമ്പോഴാട്ടോ തുടക്കുകയുള്ളൂ. എന്താ പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്, ഓതമാണ്. അതുകൊണ്ട് പിന്നെ ഡെയിലി നമുക്ക് തുടക്കാൻ പറ്റില്ല കേട്ടോ മഴ പെയ്താൽ. അതുകൊണ്ട് ഞാൻ 2-3 ദിവസം അങ്ങനെയൊക്കെ കൂടുമ്പോഴേ തുടക്കുകയുള്ളൂ. പിന്നെ ഇതാ ചെരുപ്പുകളും ഒക്കെ ഉള്ളിലുണ്ടാവും കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് പുറത്ത് ചെരുപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നായ്ക്കുട്ടി വന്ന് വലിച്ചിട്ട് പോകും. പുറത്തൊരു നായ്ക്കുട്ടി വരും കേട്ടോ, അത് ചെരുപ്പ് കണ്ട അപ്പം കടിച്ചിട്ട് പോകും. അങ്ങനെ നമ്മുടെ റിൻഷിമോളുടെ പുതിയ ചെരുപ്പൊക്കെ അതുപോലെ കടിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് രണ്ടാമത് പിന്നെ വാങ്ങിയതാട്ടോ ആ ചെരുപ്പ്. അതുകൊണ്ടാണ് ചെരുപ്പ് പുറത്തിടാത്തത്. എനിക്കിപ്പോൾ ഉള്ളിലിടുന്നത് ഇഷ്ടമേ ഇല്ല കേട്ടോ, മണ്ണും പൊടിയൊക്കെ ആകുമ്പോൾ പറഞ്ഞിട്ട് ഞാൻ പിന്നെ ചെരുപ്പ് നായ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടാട്ടോ ഉള്ളിലിടുന്നത്. അങ്ങനെ പിന്നെ നമ്മുടെ ഇവിടെ മഴ പെയ്താൽ വെയിലടിക്കുന്ന സമയത്തൊന്നും അത്ര കൊതുകൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ മഴ പെയ്തപ്പോൾ എന്താണെന്നറിയില്ല ഭയങ്കര കൊതുകാണ്. തൊടിയൊക്കെ ഉള്ളത് കൊണ്ട് എന്താണെന്നറിയില്ല ഭയങ്കര കുഞ്ഞു കൊതു കിട്ടുക. പക്ഷെ അത് കടിച്ചാലോ അങ്ങനെ തണർത്തിങ്ങനെ വരും, കാലും കൈയൊക്കെ വന്ന് തണർക്കും കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഡെങ്കിപ്പനിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിച്ചു വിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കോലായൊക്കെ ഒന്ന് അടിച്ചു വിട്ടിട്ടുണ്ട്. പിന്നെ ഇനി നമ്മുടെ റൂമും കൂടി ഒന്ന് അടിച്ചു വിടണം കേട്ടോ. പിന്നെ റിയാസ്ക്ക് വന്നിട്ടില്ല, കടയിലേക്ക് പോയിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് ബിസ്ക്കറ്റ് അതൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ അവിടുത്തെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അലക്കാനിട്ടത് ഞാൻ ഇട്ടല്ലോ. അപ്പോൾ ഈ മക്കൾ പിന്നെ ഓരോന്ന് വലിച്ചിങ്ങനെ എത്ര നമ്മൾ വീട് അടുക്കി പെറുക്കി ഒതുക്കി വെച്ചാലും കുട്ടികളുള്ള വീട് നിങ്ങൾക്ക് അറിയാമല്ലോ, എപ്പോഴും കച്ചറ തന്നെ ആയിരിക്കും. എന്നാലും ഞാൻ ആവുന്നതും ഒക്കെ എല്ലാവിടെയും വൃത്തിയാക്കും കേട്ടോ. എന്താ പറയുക, ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ റെഡിയാക്കും. ഇനി കുറച്ച് തുണികളുണ്ട് കേട്ടോ, ഉണങ്ങിയത് മടക്കാനുണ്ട്. അപ്പോൾ അത് എന്താ പറയുക, എത്ര ഉണങ്ങിയാലും ഉണങ്ങാത്ത പോലെ തോന്നൂലേ മഴ പെയ്താൽ. അപ്പോൾ ഇതിന് നമ്മുടെ റിയാസ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് ബിസ്ക്കറ്റോ ലേസോ എന്തൊക്കെയോ വാങ്ങിയിട്ട് ഇരുന്ന് കഴിക്കുന്നത് കണ്ടു. അപ്പോൾ അത് ലേസ് എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ എന്തോ ക്ലേ വെച്ച് ഉണ്ടാക്കണം എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ അവരതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ റിൻഷിമോൾ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പഠിപ്പൊക്കെ അവിടെ നിർത്തലാക്കും. പിന്നെ അതിലായിരിക്കും കളി. റീസും റിൻഷൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ അവരതൊക്കെ ഞങ്ങളിങ്ങനെ ഇതായതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറും മീൻ പൊരിച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കുട്ടികൾക്കും പാത്തൂനൊക്കെ കൊടുക്കണം. അപ്പോൾ നമ്മുടെ പാത്തൂന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഫുഡൊക്കെ കൊടുത്ത് മേലൊക്കെ കഴുകി ഇന്ന് നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഭയങ്കര പറഞ്ഞ കൊതുകുണ്ടെന്ന്.
പിന്നെ ഇതാ റിയാസ്ക വന്നു. റിയാസ്കൊക്കെ ചോറും മീൻ പൊരിച്ചതും പരിപ്പിച്ചാറൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇവർക്കൊക്കെ കൊടുത്ത് ഞാനും കഴിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് കൂട്ടുകാരെ. പിന്നെ ഇതാ ഞാൻ കത്തിരിക്കായും ഉരുളക്കിഴങ്ങും വെല്ലുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ല മൺചട്ടിയിൽ നമ്മുടെ അടുപ്പിൽ പരിപ്പ് കറി വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ അടുപ്പിലൊക്കെ വെച്ചത്. സ്കൂൾ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നിനും സമയം കിട്ടൂല കേട്ടോ നമുക്ക്. അങ്ങനെ ഇതാ റിയാസ്കാക്ക് ഇനി ഫുഡൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ റിയാസ്ക പിന്നെയും താഴെ തന്നെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ മൂപ്പർക്ക് താഴത്തിരുന്ന് കഴിച്ചാലേ തൃപ്തിയാവുള്ളൂ. അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ നമ്മുടെ പുറത്തൊരു പാമ്പ് വന്നു. എങ്ങോട്ടൊക്കെ പോണ്? ചാലിക്കാ അല്ല, അത് ഇവിടെ തന്നെ ഉണ്ട്. പോയില്ല, കാണുന്നില്ല. ചേര അതിനത് എന്താ നീളം കണ്ടോ? വാലൊക്കെ കണ്ടോ? അവിടെ മുഖമുണ്ട്. ചേരയും തോന്നുന്നേ. പാവം എടുത്ത് വളർത്താൻ കൂട്ടാ. നല്ല മൂത്ത് സാധനം. ഇത് വയസ്സായതാന്ന് തോന്നുന്നു. ഇല വന്ന് മേടിച്ചു. വയസ്സായത് കിടക്കണം. നോക്ക്, കടത്താം. മലമ്പാമ്പ്. ചേര ഇതിന് കാട്ടി വലുതാണെങ്കിൽ മലപ്പാമ്പാണ്. ഇല്ലേ?